ത്തിലേക്ക് നമ്മൾ പൊങ്കാലയ്ക്കായിട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ പൊങ്കാലയ്ക്കുള്ള എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വെച്ചു. പച്ചരി, ചുമന്നരി, ശർക്കര, നെയ്യ്, പിന്നെ ഏലക്ക, എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കാം. പിന്നെ മണ്ടപ്പുറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ പയർ അലവാക്കണം. ചെറുപയറുണ്ടല്ലോ, ചെറുപയർ അതിങ്ങനെ അലവാക്കി വേണം നമ്മൾ മണ്ടപ്പുറ്റുണ്ടാക്കും. കുറച്ചെടുത്ത് മണ്ടപ്പുറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് എടുക്കുന്നില്ല, കുറച്ച് പയറെടുത്ത് മണ്ടപ്പുറ്റ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് പയർ വേണം. അതിങ്ങനെ നമ്മൾ നന്നായിട്ട് വറുത്തിട്ട് അതിൻ്റെ പൊടി എടുക്കണം. ചെറുതായിട്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് വറുത്തിട്ട് അതിൻ്റെ പൊടി എടുത്തിട്ടാണ് നമ്മൾ മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നത്. അതിന് സമം ഇത്രയും അരിപ്പൊടി ഇതിപ്പം മണ്ടപ്പുറ്റിന് നമുക്ക് ആവശ്യത്തിനുള്ള പയറെടുത്ത് ഇങ്ങനെ അലവാക്കി അതിൻ്റെ തൊലി കളയണം. എന്നിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ പൊടി ആ പൊടിയുടെ അത്രയും തന്നെ അരിപ്പൊടിയും ചേർക്കണം. പിന്നെ പഴവും ശർക്കരയും തേങ്ങയും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചാണ് മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നത്. നമ്മുടെ തലയിലെ അസുഖത്തിനും തലയിലുള്ള തലവേദനയ്ക്കും എല്ലാത്തിനും ഏറ്റവും നല്ലതാണിത്. അങ്ങനെ മണ്ടപ്പുറ്റിനുള്ള പയറാണ് നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നത്. ചെറുതായിട്ട് നന്നിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കും. മിക്സിയിലിട്ടൊന്ന് ഇതാക്കുമ്പോഴത്തേന് അതിൻ്റെ ആ തവിട് അതിൻ്റെ തൊലിയൊക്കെ പോക്കണം. തൊലി പോക്കിയിട്ട് വേണം നമ്മളിതൊന്ന് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നല്ല ഒരു മണം വരും. ആ സമയത്ത് നമ്മളിത് ഓഫ് ചെയ്യണം. അത് ആറുമ്പം അത് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് നമ്മൾ പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അലവ് എടുക്കത്തില്ല, അതേപോലെ തൊലി കളഞ്ഞെടുക്കണം. കുറച്ച് തൊലിയൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല. ഏലയ്ക്ക നമുക്ക് പായസത്തിനകത്ത് വേണം. പിന്നെ കുറച്ച് ഈ വയനയപ്പോ അല്ലെങ്കിൽ ഇതുപോലത്തെ നമ്മുടെ മണ്ടപ്പുറ്റൊക്കെ ഉണ്ടാക്കുന്നതിനകത്ത് കുറച്ച് ഇടണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക എടുത്ത് പൊടിച്ച് വെക്കാൻ പറ്റും. ഒരുപാട് വേണ്ട, കുത്തും, അതുകൊണ്ട് കുറച്ച് മതി. ഇങ്ങനെ അലവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് ചെറുതായിട്ടൊന്ന് പാറ്റി എടുക്കുന്നത്. അങ്ങനെ പയർ അലവാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ അരിപ്പൊടി, തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ ചേർക്കുമ്പോൾ തോനെയും കാണും, ഒരുപാട് കാണും. ഇതിപ്പോൾ നനയ്ക്കുന്തോറും കൂടി വരും. അങ്ങനെ അത് പിന്നെ കുറച്ച് മതി. ഇവിടെയൊക്കെ എല്ലാ വീട്ടിലും പൊങ്കാല ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്കൊന്നും നമുക്ക് കൊടുക്കാനും കുറച്ച് പേർക്കൊന്ന് കൊടുത്താൽ മതി. ഇതിൽ ഇതും പിന്നെ തെരളിയപ്പം എല്ലാം കൂടെ ആകുമ്പോൾ ഒരുപാട് കാണും. അങ്ങനെ പയറുപൊടിയാണ്. പിന്നെ ഇത്രയും പയറുപൊടിക്ക് അനുസരിച്ച് അത്രയും തന്നെ അരിപ്പൊടി എടുക്കണം. രണ്ടും കൂടെ ആകുമ്പോൾ ഒരുപാട് കാണും. പിന്നെ പയറുപൊടി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് പയർ അലവാക്കി പൊടിച്ചെടുക്കുന്നത് നമ്മുടെ മണ്ടപ്പുറ്റ് ഉണ്ടാക്കാൻ വേണ്ടി. പഞ്ചസാര ഏലക്കായും കൂടെ നമുക്ക് പൊടിച്ച് വെക്കാം കേട്ടോ. പൊടിച്ച് നമുക്ക് വെച്ചിരുന്ന എല്ലാ പായസത്തിനും പിന്നെ മണ്ടപ്പുറ്റിനും തരളിക്കും എല്ലാത്തിനും വേണം. അതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് അല്പം പൊടിച്ചെടുക്കാം. മണ്ടപ്പുറ്റൊക്കെ ഉണ്ടാക്കുന്ന പാത്രം അതിനകത്ത് മണ്ടപ്പുറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ല. മണ്ടപ്പുറ്റ് ഉണ്ടാക്കി ഒരു തട്ടി മണ്ടപ്പുറ്റ് ഉണ്ടാക്കി വെക്കും, ഒരു തട്ടി തിരളി ഉണ്ടാക്കും. രണ്ടും ചേർത്ത് ഇങ്ങനെ അടച്ച് വെച്ച് ആ പാത്രം എന്തായാലും കൊണ്ടുപോകും. അങ്ങനെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് വെക്കുകയാണ്. ഇത് പച്ചരി, വെള്ളപ്പച്ചരിയാണ് കേട്ടോ. കുറച്ചേ എടുക്കത്തുള്ളൂ. വെള്ളപ്പച്ചരി വെള്ള നിവേദ്യം ഉണ്ടാക്കാനാണ്. അതിനകത്ത് നമ്മൾ പഞ്ചസാരയും ഒന്നും ഇടത്തില്ല. വെറും പച്ചരി പറ്റിച്ചിട്ട് അതിനകത്ത് ഒരു പഴം അങ്ങാണം അരിഞ്ഞിടും, കുറച്ച് തേങ്ങയിടും. അതാണ് വെള്ള നിവേദ്യം. ആറ്റുകാലമ്മയുടെ ഇഷ്ട നിവേദ്യങ്ങളിൽ പെടുന്നതാണ് വെള്ള നിവേദ്യം, ശർക്കര പായസം, മണ്ടപ്പുറ്റ്, തെരളി. അമ്മയ്ക്ക് എന്തൊക്കെ നമുക്ക് സമർപ്പിക്കാൻ തോന്നുന്നു അതെല്ലാം ആറ്റുകാൽ ദേവിയുടെ പൊങ്കാല ദിവസം നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇതൊന്നും കൂടാതെ ഉണ്ണിയപ്പം വരെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്.
രാവിലെ ഒരു 10:30 പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 2:30 മണിക്ക് നിവേദ്യമുള്ളൂ. അത്രയും സമയം വരെ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കി സമർപ്പിക്കാൻ അമ്മയ്ക്ക് പറ്റുമോ അതെല്ലാം ഉണ്ടാക്കാം. ചിലർ ചെറുപയർ പുഴുങ്ങിയൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അതും അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നിവേദ്യമായിട്ടാണ് പറയുന്നത്. ഞാൻ പക്ഷേ ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും വെള്ള നിവേദ്യം, ശർക്കര പായസം, പിന്നെ തെരളിയപ്പം, അത് നമ്മൾ വയനയിൽ തന്നെ ഉണ്ടാക്കും. അത് തെരളിയപ്പം, അതുപോലെ മണ്ടപ്പുറ്റ് പയറുപൊടിയും അരിപ്പൊടിയും ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് കുഴച്ച് ഉരുട്ടി വെക്കണം. തലവേദനയ്ക്ക്, കണ്ണിന് നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് മണ്ടപ്പുറ്റ് നിവേദിക്കുന്നതെന്നാണ് പറയുന്നത്. കഴുത്തിന് മുകളിലോട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കുമാണ് മണ്ടപ്പുറ്റ് അമ്മയ്ക്ക് സമർപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ അതുപോലെ എല്ലാ വർഷവും നമ്മൾ ഉണ്ടാക്കുന്ന അത്രയും ഇത് തന്നെ നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ വയണയില പോയി പറിച്ചുകൊണ്ട് വന്നു. കുറച്ച് അതിനകത്ത് വല്ല പുഴുവോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ആറ്റുകാർ വാങ്ങിക്കാൻ കിട്ടും. മണ്ടപ്പുറ്റ് തെരളിയുടെ ഇലയോ അതുപോലെ മണ്ടപ്പുറ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്കവിടെ വാങ്ങിക്കാൻ കിട്ടും. എങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എല്ലാം കൂടെ കൊണ്ടുപോകാമെന്ന് കരുതി. അപ്പോൾ നാളെ രാവിലെ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേനും വെളുപ്പിനെ ഒരു 1:30-2 മണിക്ക് ഇവിടുന്ന് പോകണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാറിലാണ് പോകുന്നത്. അപ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുപോകാം. അവിടെ ചെന്ന് വാങ്ങിക്കണമെങ്കിൽ അഥവാ എന്തെങ്കിലും നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നാൽ എല്ലാം വാങ്ങിക്കാൻ കിട്ടും. ഞാനൊരു കുറേ കൊല്ലം കൊണ്ട് ആറ്റുകാൽ പൊങ്കാല ഇടുന്നുണ്ട്. എത്രയെന്നൊന്നും എണ്ണിയിട്ടൊന്നുമില്ല. എങ്കിലും ഒരു 10-18 വർഷമെങ്കിലും ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ആറ്റുകാൽ പൊങ്കാല ഇടുന്നത്. പിന്നെ കൊറോണ വന്നപ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ വീടുകളിൽ പൊങ്കാല ഇട്ടത്. ഇപ്രാവശ്യം അതുകൊണ്ട് ആറ്റുകാൽ അമ്മയുടെ അടുത്ത് തന്നെ പോയി ഇടാനുള്ള ഭാഗ്യം ദേവി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് വിറവ് നല്ല വെയിലുള്ളതുകൊണ്ട് നല്ല ചൂട്ടുകൊതുമ്പൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. കുറച്ച് പ്ലാവിൻ്റെ വിറവും ഒരുപാട് ചൂട്ടും കൊതുമ്പും എല്ലാം കൂടെയൊക്കെയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അതെല്ലാം നന്നായിട്ട് കെട്ടിപ്പിറക്കി വെച്ചിട്ടുണ്ട്. കാറിലാണ് പോകുന്നത്. അപ്പോൾ അതിലങ്ങ് കൊണ്ടുപോകാമല്ലോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നീട് ഇത് നാളെ ഇടാൻ ഉടുക്കുന്ന സെറ്റും മുണ്ടുമാണ്. അങ്ങനെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പൊങ്കാല ദിവസത്തിലെ വിശേഷങ്ങളൊക്കെ പിന്നീട് അറിയിക്കാം.